ഞാൻ സ്കൂളിൽ പോയിട്ടില്ല അല്ലെങ്കിൽ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇത്ര മില്യണറായി. ഈ 8ാം ക്ലാസ്സും ഗുസ്തിയുള്ള മില്യനേഴ്സിന് എത്ര പേര് നിങ്ങൾക്കറിയാം? ഉണ്ടാവും, വിരലിലുണ്ടാവുന്ന ആളുകളുണ്ടാവും. പക്ഷേ 8ാം ക്ലാസ്സും ഗുസ്തിയുള്ള ആളുകൾ മിക്കവാറും കൂലിപ്പണിക്കാരും അല്ലെങ്കിൽ സാധാരണ ബ്ലൂ കോളർ ജോബ് ചെയ്യുന്ന ആളുകളാണെന്നുള്ളതാണ് ആക്ച്വൽ റിയാലിറ്റി. അപ്പോൾ അതിനിടയിൽ വന്ന് ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തം എൻ്റെ വിദ്യാഭ്യാസമില്ലായ്മയാണ് എൻ്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഒരു റോങ് മെസ്സേജ് ഇനി വളർന്നു വരുന്ന കുട്ടികൾ കൂടി അത് കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും നല്ലതായിരിക്കും. ഒബ്വിയസ്ലി നിങ്ങൾ സക്സസ് പറയുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വലുതാക്കാൻ വേണ്ടി ഐ കെയിം ഫ്രം സീറോ എന്ന് പറയുന്നതുകൊണ്ട് യാതൊരു വിഷയവുമില്ല. പക്ഷേ അതിനെ വല്ലാതെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ, അതിനെ വല്ലാണ്ട് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അത് എന്ത് ഇമ്പാക്റ്റാണ് വളർന്നു വരുന്ന ഒരു കുട്ടിയിലേക്ക് എത്തിക്കുന്നത്. ഞാൻ സ്കൂളിൽ പോയിട്ടില്ല അല്ലെങ്കിൽ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇത്ര മില്യണറായി, എന്നിട്ട് ഞാൻ ഇത്ര വലിയ മില്യണറായി അല്ലെങ്കിൽ ബില്യണറായി. ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറയരുത്. സ്കൂളിൽ പോകാതെയും മില്യണർ ആവാം അങ്ങനെ എന്ന് പറയുന്നിടത്ത് കുഴപ്പമില്ല. സ്കൂളിൽ പോയിട്ടില്ല അതുകൊണ്ട് പഠിപ്പ് ആവശ്യമില്ല എന്ന് പറയുന്ന റോങ് മെസ്സേജാണ്. പിന്നെ സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ്, കോളേജ് ഡ്രോപ്പ് ഔട്ട്സിനെ കുറിച്ച് എല്ലാവരും കോട്ട് ചെയ്യുന്നൊരു പേരാണ് മാർക്ക് സക്കർബർഗ്. ഫേസ്ബുക്ക് അല്ലെങ്കിൽ മെറ്റയുടെ ഫൗണ്ടർ, അദ്ദേഹം ഒരു കോളേജ് ഡ്രോപ്പ് ഔട്ട് ആണെന്നും അതുകൊണ്ട് കോളേജ് ഡ്രോപ്പ് ഔട്ട് ആവുന്നത് നല്ല കാര്യമാണെന്നുള്ള രീതിയിലേക്ക് അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മെറ്റയുടെ ഫൗണ്ടർ മാർക്ക് സക്കർബർഗ് ഡ്രോപ്പ് ഔട്ട് ആയത് നമ്മുടെ ആപ്പൂപ്പ പാരലൽ കോളേജിൽ നിന്നല്ല. അദ്ദേഹം ഹാർവർഡ് ഡ്രോപ്പ് ഔട്ടാണ്, അല്ലെങ്കിൽ സ്റ്റാൻഫോർഡ് ഡ്രോപ്പ് ഔട്ടുകളെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹാർവർഡിലും സ്റ്റാൻഫോർഡിലും IIMലും IITയിലും ഒക്കെ കയറണമെങ്കിൽ എത്ര ഫിൽറ്റേഴ്സ് കടന്ന് അവിടെ എത്തണം. അവർ ഓൾറെഡി നല്ല IQയും നല്ല ഇൻ്റലിജൻസ് ഉള്ള ആളുകളാണ് ഓൾറെഡി. അപ്പോൾ അവർ അവിടെ എത്തിക്കഴിഞ്ഞ് അവർക്കത് വേണ്ട, അതല്ലാണ്ട് തന്നെ നമുക്ക് സാധിക്കാൻ കഴിയുമെന്നുള്ള കോൺഫിഡൻസിൻ്റെ പുറത്ത് ഇറങ്ങി വന്നതിനെ നമ്മൾ സാധാരണ ഒരു പാരലൽ കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നതുമായിട്ട് കമ്പയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ജീവിതം അങ്ങനെ തന്നെ നിൽക്കലുണ്ടാവുള്ളൂ.